Hi friends, welcome to Techispace Malayalam. Channel ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മൾ എല്ലാ ആഴ്ചയും പുതിയ പുതിയ ഗീവുകൾ നമ്മുടെ ചാനലിൽ നടത്തുന്നുണ്ട്. അതിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Realme 6 വേഴ്സസ് Samsung M31 Speedtest ആണ്. ഏത് ഫോണിനാണ് ബെറ്റർ റാം മാനേജ്മെൻറ്റ്, ഏത് ഫോണിനാണ് ബെറ്റർ പെർഫോമൻസ്? നമ്മൾ 2 റൗണ്ടുകളായിട്ടാണ് സ്പീഡ് ടെസ്റ്റ് നടത്തുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ നോർമൽ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് നോക്കുന്നതാണ്. സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ഇൻറ്റൻസീവ് ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ 2 ഫോണുകളിൽ നോക്കുന്നതാണ്. അപ്പോൾ നമുക്ക് റിവ്യൂയിലേക്ക് പോവാം. ഫസ്റ്റ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാബ് Realme 6 59 സെക്കൻഡ് കൊണ്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം സാംസങ് M31 1 മിനിറ്റ് കൊണ്ട് ഫസ്റ്റ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാബ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ കാര്യമായ വേരിയേഷൻ ഒന്നും 2 ഫോണുകൾ തമ്മിൽ നമ്മൾ കാണുന്നില്ല. പക്ഷേ ഇനി നമുക്ക് റാം മാനേജ്മെൻറ്റിലേക്ക് വരാം. റാം മാനേജ്മെൻറ്റിൽ ഏത് ഫോണാണ് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാൻ നോക്കാം. റാം മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോൾ 1 മിനിറ്റും 19 സെക്കൻഡ് കൊണ്ട് Realme 6 ഫസ്റ്റ് റൗണ്ട് മുഴുവനായിട്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം സാംസങ് M31 വീണ്ടും തൊട്ടടുത്തായി 1 മിനിറ്റും 21 സെക്കൻഡ് കൊണ്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിലെ 2 ലാപ്പുകളും 2 ഫോണുകളും തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നല്ല രീതിയിൽ 2 ഫോണുകളും പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഇനി നമുക്ക് ഇൻറ്റൻസീവ് ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ഏത് ഫോണിനാണ് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുക, നല്ല റാം മാനേജ്മെൻറ്റ് ഏത് ഫോണിനാണുള്ളത് എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ നോക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി സെക്കൻഡ് റൗണ്ടിലേക്ക് പോകാം. സെക്കൻഡ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാബ് 2 മിനിറ്റും 56 സെക്കൻഡ് കൊണ്ട് Realme 6 പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം 3 മിനിറ്റും 29 സെക്കൻഡ് കൊണ്ടാണ് സാംസങ് M31 സെക്കൻഡ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാബ് പൂർത്തിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ലൊരു വേരിയേഷൻ നമ്മൾ Realme 6ഉം സാംസങ് M31 തമ്മിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇൻറ്റൻസീവ് ഗെയിമിംഗ് ആപ്ലിക്കേഷൻസിൻ്റെ കാര്യത്തിൽ നല്ലൊരു പെർഫോമൻസ് Realme 6ൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ നമുക്കിനി റാം മാനേജ്മെൻറ്റിലും കൂടി ഏത് ഫോണാണ് ബെറ്ററായിട്ട് പെർഫോം ചെയ്യുക എന്നും കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്.
4 മിനിറ്റും 12 സെക്കൻഡ് കൊണ്ട് സാംസങ് M31 സെക്കൻഡ് റൗണ്ട് മുഴുവനായിട്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം 5 മിനിറ്റും 49 സെക്കൻഡ് കൊണ്ടാണ് റിയൽമി 6 സെക്കൻഡ് റൗണ്ട് മുഴുവനായിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. സെക്കൻഡ് റൗണ്ടിന്റെ ഫസ്റ്റ് ലാപ്പ് റിയൽമി 6 വിജയിച്ചു. പക്ഷേ സെക്കൻഡ് റൗണ്ട് മുഴുവനായിട്ട് പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയത്തിൽ നല്ലൊരു വേരിയേഷനോട് കൂടി തന്നെ സാംസങ് M31 തിരിച്ചു വരികയാണ്. അപ്പോൾ നല്ലൊരു റാം മാനേജ്മെൻ്റ് ആണ് നമുക്ക് സാംസങ് M31 കാണാനായിട്ട് സാധിക്കുന്നത്. അവർ ആ ആപ്ലിക്കേഷനൊന്നും കില്ല് ചെയ്യുന്നില്ല, ആ ബാക്ക്ഗ്രൗണ്ടിൽ ആപ്ലിക്കേഷനൊക്കെ കീപ്പ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ആ സെക്കൻഡ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാപ്പിൽ പിന്നിലായെങ്കിലും സെക്കൻഡ് ലാപ്പിൽ നല്ലൊരു പെർഫോമൻസോട് കൂടി തന്നെ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാംസങ് M31 സാധിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് പൂർണ്ണമായിട്ട് ഒരു ഫോണാണ് ബെറ്റർ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ തീർച്ചയായും വിജയിക്കുന്നത് പ്രത്യേകിച്ച് റാം മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ സാംസങ് M31 ആണ്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ എല്ലാ ആഴ്ചയും പുതിയ പുതിയ ഗിവേകൾ നമ്മുടെ ചാനൽ നടത്തുന്നുണ്ട്. അതിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.